കാനനപാതയിൽ അയ്യപ്പ ഭക്തർക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും കൗതുക കാഴ്ചയായി മലയണ്ണാൻ. ഫോട്ടോ എടുക്കലും കുശലം പറച്ചിലും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം ഭക്തർ മലയണ്ണാനൊപ്പം കൂടി. ഇത് സന്നിധാനത്ത് പതിവ് കാഴ്ചയാണ്. പക്ഷേ മുന്നറിയിപ്പ് ലംഘിച്ച് ചിലർ മലയണ്ണാന് ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. സന്നിധാനത്തിൽ നിന്ന് ക്യാമറാമാൻ സജികുമാർ പകർത്തിയ ദൃശ്യങ്ങൾ. നമ്മുടെ കൂടെ സോണൽ കൃഷ്ണയാണുള്ളത്. സോണൽ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഒരുപാട് കൗതുക കാഴ്ചകളുണ്ട്. സോണൽ അങ്ങനെ കൗതുക കാഴ്ചകളൊക്കെ കടന്നു വന്ന ഒരാളാണ്. പക്ഷേ ഈ കാര്യത്തിൽ കുറച്ച് മുൻപേ കൂടി പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോണൽ. നമ്മൾ പ്രകൃതിയിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒന്നായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളാണ് വേണ്ടത് എന്ന്. അപ്പോഴും ഈ ഭക്ഷണം നൽകുക എന്നത് മുന്നറിയിപ്പൊക്കെ ലംഘിക്കുന്ന ഒരു ഇടപാടാണ് എന്നറിയാം. തീർച്ചയായിട്ടും മോദി, ഞങ്ങൾ ഇന്നലെ മറ്റൊരു സ്റ്റോറി ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ശബരിപീഠം വരെ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ മലയണ്ണാനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അതിൽ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. അവർ ഈ അണ്ണാനോട് കുശലം പറയുന്നുണ്ട്, പല ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ഈ പ്രദേശത്തൊക്കെ പല സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകളുണ്ട്. ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾക്കും മലയണ്ണാനും കുരങ്ങുകൾക്കൊന്നും തന്നെ ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ തന്നെ ഉണ്ടെങ്കിലും പല അയ്യപ്പന്മാരും സ്വാമിമാരും ഈ വന്യജീവികൾക്ക് ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് ഈ മലയണ്ണാൻ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ വരെ ആക്രമിച്ച ഒരു ചരിത്രം ശബരിമലയിലുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു ഭക്തനെ ഈ മലയണ്ണാൻ ആക്രമിച്ചിട്ടുള്ളത്. ആ സാഹചര്യമൊക്കെ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ സ്വാമിമാർ വീണ്ടും ഈ മലയണ്ണാന് ഭക്ഷണവുമായി എത്തുന്നു. പക്ഷേ ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയാണ് കുട്ടികളെ സംബന്ധിച്ച്, കുഞ്ഞയ്യപ്പന്മാരെ സംബന്ധിച്ചൊക്കെ. ഇവർ ഈ വലിയ മലയൊക്കെ കയറി, നീലിമലയൊക്കെ കയറി ക്ഷീണിച്ചു വരുന്ന സമയത്ത് മരക്കൂട്ടത്തിലെത്തുമ്പോൾ ചുറ്റും ഇത്തരത്തിൽ മലയണ്ണാനും കുരങ്ങന്മാരും എല്ലാം തന്നെ ഉണ്ടാവും. ആ കുട്ടികളുടെ ക്ഷീണം മറക്കാൻ ഒരു പക്ഷേ ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരിക്കലും അത് ഈ പറയുന്ന വന്യമൃഗങ്ങൾക്കൊന്നും തന്നെ ഭക്ഷണം നൽകാൻ പാടില്ല. ഏത് സമയം ആക്രമിക്കാം എന്നുള്ള ഒരു സൂചന കൂടി വനംവകുപ്പ് എല്ലായിടത്തും നൽകുന്നുണ്ട്. എന്തായാലും ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ഈ പ്രകൃതിയോട് മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ ഇപ്പോഴും മനുഷ്യർക്ക് ചില ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും സന്നിധാനത്തേക്ക് വരുമ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. മലയണ്ണാനും കുരങ്ങന്മാരും എല്ലാം തന്നെ കുഞ്ഞയ്യപ്പന്മാരോടും മാളികപ്പുറങ്ങളോടും കുശലം പറയുന്നത് നമ്മൾ പതിവായി കാണുന്ന ഒരു കാഴ്ചയാണ് മോദി.